അപ്പൊ ഇത് എത്രത്തോളം ഹൈജീനിക് ആയിട്ടാണ് ഇവർ ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ എറണാകുളം വഴി പാസ് ചെയ്ത് പോകുമ്പോൾ പലപ്പോഴും കുടിച്ചിട്ടുള്ളതാണ് ഈ പായസം. അപ്പൊ ഇത് എത്രത്തോളം ഹൈജീനിക് ആയിട്ടാണ് ഇവർ ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് സ്ട്രീറ്റിലാണ്, എന്ന് വെച്ചാൽ അവരൊരു വഴി കട്ട് പോലെ ഉണ്ടാക്കിയിട്ട് അവിടെയാണ് ഇത് വിൽക്കുന്നത്. അപ്പൊ ഇതിന് നമ്മൾ എന്താണ് ഇവർ ഇതിൻ്റെ അകത്ത് ചേർക്കുന്നത്, അല്ലെങ്കിൽ ഇവരിത് ഹൈജീനിക് ആയിട്ടാണോ ഉണ്ടാക്കുന്നത്? പലർക്കും അതിന്മേലുള്ള പ്രശ്നമുണ്ട് ഈ സ്ട്രീറ്റ് ഫുഡൊക്കെ മേടിച്ച് കഴിക്കാനായിട്ട്. അപ്പൊ ഇത് എത്രത്തോളം ഹൈജീനാണ് നമ്മളിന്ന് നോക്കാൻ പോവുക. അവരുണ്ടാക്കുന്ന സ്ഥലത്തേക്ക് ചെന്ന് അവിടുത്തെ കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാണ്. ഇതാണ് നമ്മുടെ ചേട്ടൻ. പായസം ഇപ്പൊ ചേട്ടൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ്. ചേട്ടന്റെ പേരെന്തുവാ? എന്റെ പേര് ദിനേശൻ എന്ന് പറയും. ദിനേശൻ എന്ന് പറയും. ഇവിടെ തന്നെയാണോ സ്ഥലം? എത്ര കൊല്ലമായിട്ട് ചേട്ടൻ ഈ പായസം ഉണ്ടാക്കുന്നത്? ഈ ഓണം വന്നപ്പോ 8 വർഷമായി. 8 വർഷമായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഓ ശരി ശരി. പിന്നെ അത് സ്പെഷ്യൽ എന്തെങ്കിലും കൂട്ടുണ്ടോ? സ്പെഷ്യൽ കൂട്ടെന്ന് പറഞ്ഞാൽ ഓണത്തിനുണ്ട്. ഓണത്തിനുണ്ട്. അല്ലാണ്ട് നമ്മളിപ്പോ ഡെയിലി പാലട, ഗോതമ്പ്, അടപ്രഥമൻ, പരിപ്പും പാലടയും ഡെയിലി ഉണ്ടാവും. ഇതിനകത്ത് എന്തെങ്കിലും സീക്രട്ട് ആയിട്ട് എന്തെങ്കിലും മാജിക് ഉപയോഗിക്കുന്നുണ്ടോ? ഒന്നുമില്ല, എല്ലാം പ്യൂർ ആയിട്ടുള്ള ഒറിജിനലാണ്. മായൂല ഒന്നുമില്ല. ചേട്ടൻ ഇത് എങ്ങനെ ഇതിലേക്ക് വന്നത്? ഈ വന്നെന്ന് പറഞ്ഞാല് എന്റെ കുടുംബപരമായിട്ട് എല്ലാവരും കാറ്ററിംഗിന്റെ പരിപാടിയാണ്. ഇപ്പൊ ഞാൻ തൃപ്പൂണിത്തുറ വിജയലക്ഷ്മി കാറ്ററിംഗ് ഉണ്ട്. ഇവിടുത്തെ കഴിയുമ്പോ അവിടെ അധികം തിരക്കുണ്ടുമ്പോ അങ്ങോട്ട് പോകും. അത് കഴിഞ്ഞ് വെളുപ്പിന് ഇവിടെ വരും. കുഞ്ഞുനാളിൽ തൊട്ട് തുടങ്ങിയ പരിപാടിയാണ്. ഓ ശരി. ഇപ്പൊ വയസ്സ് 56 വയസ്സാവും. 56 വയസ്സാവുന്നു. 15 വയസ്സിൽ തൊട്ട് തുടങ്ങിയതാണ്. ഇതാണ് 365 ദിവസവും പായസം കിട്ടുന്ന നമ്മുടെ പായസ കലവറയുടെ ഓണന്മാരിൽ ഒരാളാണ്. ചേട്ടനോട് നമുക്ക് ഡീറ്റെയിൽ എല്ലാം ചോദിച്ചറിയാം. ഇതെന്താണ് സംഭവം, ഇവിടെ നമ്മൾ എങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യുന്നത്, ഇവർ ചാരിറ്റി ഒക്കെ ചെയ്യുന്നുണ്ട്, അതിനെക്കുറിച്ച് എല്ലാം ചോദിച്ച് നമുക്ക് അറിയാൻ കൂടുതൽ. ചേട്ടന്റെ പേരെന്താണ്? പേര് മഹേഷ് എന്നാണ്. ചേട്ടൻ ഓണർമാരിൽ ഒരാളാണ്. വേറെ എത്ര പേരുണ്ട് ഓണർമാരായിട്ട്? ഞങ്ങൾക്ക് 10 കൊല്ലം കൊണ്ട് ഒരു സൗഹൃദ തുടങ്ങിയതാണ്. അപ്പോൾ തൃക്കാക്കരയിലെ പല മേഖലയിൽ നിൽക്കുന്ന ഒരു 30ഓളം പേരുണ്ട്. അവിടുത്തെ ബിസിനസ്സുകാരുണ്ട്, ഗവൺമെന്റ് ജോലിക്കാരുണ്ട്, തൃക്കാക്കരയിലെ കൗൺസിലർമാരുണ്ട്, ആയിട്ടുള്ള 2 പേരുണ്ട്. അപ്പോൾ അങ്ങനെ തുടങ്ങി. അപ്പോൾ നമ്മൾ വേറിട്ട ആശയം, അതായത് പായസം എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ 320 ദിവസം പായസം ഉണ്ടാക്കിയാൽ എന്ത് ആശയം വന്നു. അങ്ങനെയാണ് 10 കൊല്ലം മുന്നേ സംരംഭമായിട്ട് വരുന്നത്. ഇപ്പോൾ ഇതൊരു ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പായിട്ട് രജിസ്റ്റർ ചെയ്തു. രജിസ്റ്റേഡ് സംഘടനയാണ്.